ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമുള്ള ചോദ്യം ചെയ്യലും അറസ്റ്റും ഇതുവരെ കാണാത്ത ജയിലറകളിലെ ദുരിത ജീവിതവും ഒക്കെയായി തലയ്ക്ക് അടിയേറ്റതുപോലെയാണ് എൻ വാസു. എന്തെങ്കിലും രക്ഷയുണ്ടോ എന്ന വെപ്രാളത്തിൽ കഴിഞ്ഞതെല്ലാം തത്ത പറയും പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു വാസു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ഒപ്പം കമ്മീഷണർ ഒക്കെയായിരുന്ന വാസു പിണറായി സർക്കാരിന്റെ അസ്ഥിവാരം തോണ്ടിയിട്ട് മാത്രമേ ജയിലിൽ നിന്നും പുറത്തു വരികയുള്ളൂ എന്നുറപ്പായിരിക്കുന്നു. കാരണം അയാൾക്ക് കിട്ടിയിരിക്കുന്നത് വെറും ശിക്ഷയല്ല, കർമ്മഫലം കൂടിയാണ്. ദേവസ്വം ബോർഡ് എങ്ങനെ ഒരാൾ കൈകാര്യം ചെയ്യണമെന്ന് അറിഞ്ഞിട്ടും അതിൽ നിന്നും നേർ വിപരീതമായി പ്രവർത്തിക്കുകയും ദൈവത്തിന്റെ സ്വർണമടക്കമുള്ള ആസ്തി കൊള്ളയടിക്കാൻ വേണ്ടി മാത്രം ആ പദവിയെ ഉപയോഗിച്ച ഒരാൾ എന്നുള്ള നിലയിൽ വാസുവിനെ തേടിയെത്തിയത് ഒരു മുഖ്യനും ഒരു പ്രപഞ്ചത്തിനും തടുക്കാൻ കഴിയാത്ത കർമ്മഫലമാണ് ലഭിച്ചിരിക്കുന്നത്. തലയ്ക്ക് കിട്ടിയ അടിയാണിത്. കയ്യിലുള്ള പദവി ഉപയോഗിച്ച് മുഴുവൻ ക്ഷേത്രങ്ങളിലെ ദൈവത്തിന്റെ മുതലുകൾ കട്ടുമുടിക്കാനും അതുവഴി കോടികൾ സമ്പാദിക്കാനും നേതൃത്വം നൽകി അതുവഴി ഭരിക്കുന്നവർക്കും കട്ടുമുടിക്കാനുള്ളൊരവസരമുണ്ടാക്കിയ ഏറ്റവും വലിയ കാട്ടുകള്ളനെന്ന് ഈ കേരളം അടയാളപ്പെടുത്തിയ വ്യക്തിയായി എൻ വാസു മാറുകയാണ്. തന്നെ വിശ്വസിച്ചേൽപ്പിച്ച പദവി അത് ആദ്യം ദേവസ്വം കമ്മീഷണറായും പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റായും അദ്ദേഹം നടത്തിയ കാട്ടുകൊള്ള അത് ഞെട്ടിപ്പിക്കുന്നതാണ്. 2019 മാർച്ചിൽ വാതിൽപ്പാളിയിലെ സ്വർണം ഒരുക്കിയത് എൻ വാസുവിന്റെ പൂർണ്ണ അറിവോടെ എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. കേസിലെ 3-ാം പ്രതിയാണ് വാസു. 2 തവണ ദേവസ്വം കമ്മീഷണറായി സ്വർണ്ണക്കൊള്ള നടത്തി മുകളിലുള്ള ഏമാന്മാർക്ക് വേണ്ടത്ര സമ്പാദിച്ചു കൊടുത്ത് മാസങ്ങൾ കൊണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റായ വ്യക്തിയാണ് വാസു. ഇത് മുഖ്യന്റെ ഉപകാര സ്മരണയും ഒപ്പം ഇനിയും കൂടുതൽ മോഷ്ടിക്കാനുള്ള ഒരു ലൈസൻസുമായിരുന്നു വാസുവിന്. അതുപ്രകാരം സ്വർണ്ണപ്പാളി ചെമ്പാണെന്ന് രേഖപ്പെടുത്തിയത് വാസുവാണ്. വാസു കമ്മീഷണറായിരുന്ന കാലത്തെ ഇടപാടുകളിലാണ് ഇപ്പോൾ അറസ്റ്റുണ്ടായത്. ഇതെല്ലാം ദേവസ്വം മന്ത്രിയോട് ചോദിക്കാതെ വാസു ചെയ്യില്ല എന്നുള്ളത് ഏതു കുഞ്ഞിനും അറിയാം. ദ്വാരപാലക ശില്പങ്ങളുടെയും ശ്രീകോവിലിന്റെയും മുഖ്യ ജോലികൾ പൂർത്തിയാക്കിയ ശേഷം സ്വർണം ബാക്കിയുണ്ടെന്നും സഹായം ആവശ്യമുള്ള പെൺകുട്ടിയുടെ വിവാഹത്തിന് ഇത് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു എന്നും കേസിലെ 1-ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി വാസുവിന് ഇമെയിൽ അയച്ചത് വാസു പറഞ്ഞിട്ടുള്ള നാടകം തന്നെയാണ്. 2019 ഡിസംബർ 9 ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇമെയിൽ തനിക്ക് വന്നിരുന്നു എന്ന് വാസുവും പിന്നീട് പറയുന്നുണ്ടെങ്കിലും അത് പൂർത്തിവെച്ച വാസു ആ സ്വർണം മുക്കുന്നതിനുള്ള ഏർപ്പാടാണ് ചെയ്തത്. വലിയൊരു വിശ്വാസ സമൂഹത്തെ വഞ്ചിച്ചു കോടികൾ സമ്പാദിച്ച വാസു തത്ത പറയും പോലെ പറഞ്ഞു തുടങ്ങിയെന്നാണ് അറിയുന്നത്. വാസുവിന് മുകളിൽ കാട്ടുകള്ളന്മാർ ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അത് ദേവസ്വം മന്ത്രിയാകാം, കടകംപള്ളി സുരേന്ദ്രനാകാം. ആദ്യ മന്ത്രി കടകംപള്ളിയാണെങ്കിൽ 2-ാമതായി വാസവനാണ് വരാൻ പോകുന്നത്. പ്രതിപക്ഷ നേതാവിനെതിരെ നോട്ടീസ് അയച്ച് അങ്ങ് വിഴുങ്ങിക്കളയുമെന്ന് പറഞ്ഞ കടകംപള്ളി ആ നോട്ടീസും ഒളിപ്പിച്ചു പോയ അവസ്ഥയാണിപ്പോൾ. പതിറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ കല്ലുവാതുക്കൽ മദ്യദുരന്തം നടന്നപ്പോൾ അതിലെ പ്രതിയായ മണിച്ചന്റെ മാസപ്പടി പറ്റു പുസ്തകത്തിൽ പേരുണ്ടായിരുന്ന കാട്ടുകള്ളനാണ് കടകംപള്ളി സുരേന്ദ്രൻ. അപ്പോഴുള്ള മാസപ്പടി പിന്നീട് MLA-യും മന്ത്രിയുമായപ്പോൾ അത് വലിയ കൊള്ളയായി മാറി എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് മുഖ്യമന്ത്രിക്കും മനസ്സിലായതോടെയാണ് മോഷ്ടിക്കാൻ കഴിയുന്ന വകുപ്പും അതിനുള്ള സൗകര്യവും ചെയ്തു കൊടുത്തത് എന്ന് പറയേണ്ടി വരും. കടകംപള്ളിക്ക് പുറമെ ഉറപ്പായി കുടുങ്ങുന്ന പ്രമുഖൻ മുൻ MLA-യും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിരുന്ന പത്മകുമാറാണ്. അതും കഴിഞ്ഞാൽ വാസവനിലേക്കും പ്രശാന്തിലേക്കുമെല്ലാം അന്വേഷണം നീളുമെന്നത് CPM തന്നെ ഉറപ്പിക്കുകയാണ്. ഇതേതായാലും ഒരാളും പേടിക്കണ്ട. അയ്യപ്പന്റെ സ്വർണം കട്ടവർ, അമ്പലം വിഴുങ്ങികൾ അവരെല്ലാം കൊടുങ്ങാൻ പോവുകയാണ്. വാസുവിന് തലക്കാണ് കിട്ടിയിരിക്കുന്നത് എങ്കിൽ മറ്റുള്ളവരെ കാത്തിരിക്കുന്നത് അടപടലം തകരാൻ തന്നെയാണ്. കൂട്ടുപ്രതികളെ രക്ഷിക്കാനല്ല, താൻ രക്ഷപ്പെടുമോ എന്നുള്ള വെപ്രാളത്തിലാണ് ഇപ്പോൾ വാസു ഉള്ളത്. അതുകൊണ്ട് തന്നെ തത്ത പറയും പോലെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു വാസു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി അതിനുള്ള സമയവും നിർദ്ദേശവും നൽകിയാണ് അന്വേഷണ സംഘത്തെ അയച്ചിരിക്കുന്നത്.